പന്തീരങ്കാവ് സ്ത്രീ പീഡന കേസിലെ പ്രതി ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കുന്നു. അത് വ്യക്തമായും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയാണ് എന്നുകൂടി ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ദീപകിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പന്തീരങ്കാവ് പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും അവർ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുമാണ് പ്രതിക്ക് ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് കടക്കാനുള്ള അവസരം ഒരുങ്ങിയത് എന്നുമാണ്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ദീപക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് താങ്കൾ ഇപ്പോൾ നൽകിയത് ഈ ഘട്ടത്തിൽ. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണത്. പ്രതി എവിടെ എന്ന ചോദ്യം വിനീത വിജിയോട് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ ഉയർത്തുന്ന അതേ സമയത്താണ് ഇനി പ്രതി ഈ നാട്ടിലില്ല, അയാൾ സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ദീപക്? ഗോപി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. പന്തീരങ്കാവ് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഈ പ്രതി രാഹുൽ പി ഗോപാലിന് വേണ്ടി പണിയെടുത്തു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇരയ്ക്കൊപ്പം നിൽക്കാതെ ഇരയ്ക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ പരിക്കുകളുടെ ആഘാതങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു 308, 307 കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ടായിട്ടും അതില്ലാതെ ഒരു ബെയിലബിൾ ഒഫൻസ് മാത്രമാക്കി ഇത് പരിമിതപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഞാൻ അതിന്റെ FIR വായിച്ചതാണ്. ആ FIR-ൽ കൈകൊണ്ടടിച്ചു എന്ന് എഴുതി ചേർക്കാൻ കാണിക്കുന്ന ഔത്സുക്യം അത് ഇരയ്ക്ക് വേണ്ടിയല്ല, പ്രതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ തലക്ക് പരിക്ക്, ചെവിക്ക് പരിക്ക് എന്നുള്ളതൊക്കെ ആ കുട്ടി തന്നെ, കുടുംബം തന്നെ പറയുകയും ചെയ്യുന്നു. ഈ വേളയിലാണ് അവർ നീതി തേടി മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി ലഭിച്ച ഉടൻ തന്നെ ADGP MR അജിത് കുമാറിന് കർശന നിർദ്ദേശം നൽകുന്നു. അദ്ദേഹം ഈ കേസ് റിവ്യൂ ചെയ്യുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുമായി ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ പരിശോധന നടക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം അധിക വകുപ്പുകൾ ചേർക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ചുമതലയിൽ നിന്നും മാറ്റി ഉന്നതതല അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 24 തന്നെയാണ് ഈ കാര്യവും ബ്രേക്ക് ചെയ്തിരുന്നത്. അതിൽ ACPക്ക് ചുമതല നൽകിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം 7 അംഗ സംഘത്തെ രൂപീകരിച്ചു. എന്നാൽ ഈ വേളയിലാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ലഭിക്കുന്നത്. ഈ രാഹുൽ പി ഗോപാൽ കടന്നു കളഞ്ഞു എന്നുള്ളത്. ഇന്നലെ തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നു ഈ പന്തീരങ്കാവ് പോലീസിന്റെ മെല്ലപ്പോക്ക് ഈ പ്രതിക്ക് ജർമ്മനിയിലേക്ക് ജോലിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒത്താശ ചെയ്യലാണ് എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് തലപ്പത്ത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രതി ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കുന്നു. വളരെ കൃത്യമായി പറഞ്ഞാൽ കേരള പോലീസിന് അപമാനകരമായ രീതിയിൽ ഒരു കൂട്ടം പോലീസുകാർ പന്തീരങ്കാവിൽ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഗോപി, ശരി, ദീപക് ധർമ്മടമാണ് ഈ വിവരം ആദ്യമായി അറിയിക്കുന്നത്. ഈ കേസിലെ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ ആ പ്രതി സിംഗപ്പൂരിലേക്ക് ബംഗളൂരു വഴി കടന്നിരിക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഈ നിമിഷം 24-ലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് ആ പെൺകുട്ടിയുടെ അമ്മയും അറിഞ്ഞത് ഇപ്പോൾ 24-ലൂടെയാണ്. കാരണം പെൺകുട്ടിയുടെ അമ്മ അതിന് തൊട്ടു മുൻപാണ് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജിയുമായി സംസാരിക്കുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇത്രയധികം മാധ്യമ ശ്രദ്ധ പതിഞ്ഞ ഒരു കേസിൽ ഇത്രയധികം മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിഞ്ഞ ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇതിലെ പ്രതിയായ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാതിരുന്നത് എന്ന ചോദ്യമായിരുന്നു. അതിനിപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു. രാഹുൽ ഇപ്പോൾ ഈ നാട്ടിലില്ല, അയാൾ സിംഗപ്പൂരിലേക്ക് ബംഗളൂരു വഴി കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടെ കൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഇതിൽ ഒരു മെല്ലെപ്പോക്ക് ഈ കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ, ഇതിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം അവിടെ ആ പോലീസ് സ്റ്റേഷനിലെ ഒരു വിഭാഗം പോലീസുകാർ ഇയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതാണെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും പ്രതി സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി തുടരന്വേഷണം ഏത് നിലയിലായിരിക്കും മുന്നോട്ട് പോവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മാതാവ് വിനീതയുമായി സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ കേസിൽ ആ പയ്യന്റെ അമ്മയെ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്നതാണ്. ആ ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ നേരത്തെ പറഞ്ഞത് ഇതൊരു വിവാഹ തട്ടിപ്പ് വീരനാണ് ഇതിലെ രാഹുൽ എന്ന പ്രതി എന്നാണ്. കാരണം ഇതിനു മുൻപും അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് വിവാഹ ബന്ധം ഏർപ്പെടുത്താതെയാണ് ഈ വിവാഹത്തിലേക്ക് രാഹുൽ കടന്നതെന്നാണ്. പക്ഷേ നേരത്തെ രാഹുലിൻ്റെ അമ്മയുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതിനിധികളോട് പറഞ്ഞത് ഒരു നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, അതല്ലാതെ വിവാഹം കഴിക്കുന്ന ആദ്യമായി ഈ പെൺകുട്ടിയാണെന്നാണ്. അശ്വിൻ, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് നിയമപരമായ ഒരു കാര്യം കൂടിയാണ്. അതിന്റെ തെളിവുകൾ സഹിതം ഇപ്പോൾ അവൈലബിളുമാണ്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ വിവാഹം മാത്രമാണ് കഴിഞ്ഞത്, രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നൊരു കാരണവശാലും പറയാൻ കഴിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആ വിവാഹം മോചിപ്പിക്കാനുള്ള, നിയമപരമായി തന്നെ വിവാഹമോചനം നേടാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കെയാണ്
ഈ മെയ് 5-ാം തീയതി രാഹുൽ മറ്റൊരു വിവാഹം നടത്തുന്നത്. അത് പറവൂരിലെ ഈ പെൺകുട്ടിയെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നിയമപരമായി, പ്രത്യേകിച്ച് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള 17-ാം വകുപ്പിലെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം, ഒരു ഗുരുതര തട്ടിപ്പ് രാഹുൽ നടത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അത് ബഹുഭാര്യത്വം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഔദ്യോഗികമായി നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് ആധികാരികമായ വിവരം, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരം. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിൽ കൂടുതൽ വിവാഹം രാഹുൽ കഴിച്ചു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അതായത് ഈ പെൺകുട്ടി ആദ്യം രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിയുന്നത് ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ആ ഒരു സംഭവം തന്നെ പുറത്തു വരുന്നത്. എന്തായാലും അതൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ തന്നെ നിയമപരമായ അല്ലെങ്കിൽ തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് കോടതികളിൽ അത് നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കേസുകൾ കൂടുതലായി രാഹുലിന്റെ പുറമെ വരുന്നുണ്ട്. സൈബർ തട്ടിപ്പടക്കം, സൈബർ ഇടങ്ങളിൽ ഭീഷണി മുഴക്കി നടക്കമുള്ള വിവരങ്ങളുമായി പല പെൺകുട്ടികളും ഇപ്പോൾ പരാതിയുമായി തന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം സ്വദേശിനിയായ ഒരു പെൺകുട്ടിയുമായി രാഹുലിന് ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ തമ്മിലുള്ള ചാറ്റുകളടക്കം പുറത്തുവിടുമെന്നും അടക്കമുള്ള ഭീഷണി നേരത്തെ രാഹുൽ മുഴക്കിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിരവധി പരാതികളാണ് ഇപ്പോൾ രാഹുലിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ അമ്മ സംസാരിച്ചത് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജിയോടാണ്. ഇപ്പോൾ പ്രതി സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പങ്കുവച്ചത് ദീപക് ധർമ്മടം, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന്.